ഫ്രണ്ട്സ്, റിലയൻസിൻ്റെ ജിയോയിലേക്ക് ഒട്ടനവധി ഓപ്പണിങ്സ് ഉണ്ട്, അതായത് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രീലാൻസർ 7825, അതുപോലെ ജിയോ സെയിൽസ് അസോസിയേറ്റ്, അതുപോലെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ബിസിനസ് ഓപ്പറേഷൻസ്, കസ്റ്റമർ സർവീസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഫൈനാൻസ്, അതുപോലെ തന്നെ അതേഴ്സ്, അതുപോലെ സപ്ലൈ ചെയിൻ, അതുപോലെ അപ്രൻറ്റീസ്, അതുപോലെ IT ആൻഡ് സിസ്റ്റം, HR, അതുപോലെ ഓപ്പറേഷൻ, അതുപോലെ കോർപ്പറേറ്റ് സർവീസസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാർക്കറ്റിംഗ്, ഒരുപാട് മേഖലയുണ്ട്. അതായത് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള ലെവലിലും ജോലി ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. പിന്നെ കേരളത്തിൽ നമുക്ക് കുറച്ച് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ വേക്കൻസി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളതിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്ക് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കാര്യങ്ങൾ വീഡിയോയുടെ അവസാന ഭാഗത്തും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, റിലയൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ജിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രോഡക്റ്റുകളും ഒരുപാട് സർവീസസും ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ഒട്ടനവധി വേക്കൻസീസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇത്തരം നോട്ടിഫിക്കേഷൻ നമ്മൾ സാധാരണ ചെയ്യാറില്ല. നമ്മുടെ ചാനലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലിയാണ്, കുറേ ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്നതും ഇതൊക്കെ വെച്ചിട്ട് കുറേ അപേക്ഷകൾ അവർക്ക് ടൈംലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പലരും ഇതൊരു കഥ പറയല്ല, ഞാനിതിൻ്റെ ഒരു റിയാലിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കും. പക്ഷേ നമ്മൾ മേ ബി അതേ സെയിം ടൈം തന്നെ അതിനെ അടുപ്പിച്ച് തന്നെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് എക്സാമുകൾ അതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന GK, അതുപോലെ കറണ്ട് അഫെയർ തുടങ്ങിയിട്ടുള്ള ഇംഗ്ലീഷ്, ഗ്രാമർ, അതുപോലെ മാത്സ്, ഇതൊന്നും നിങ്ങൾക്ക് വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് ടോപ്പിക്ക് നമ്മൾ ഏരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം എക്സാമിന് നിങ്ങൾ പല എക്സാമുകൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുകയും അതിലൂടെ നമുക്ക് ഒരു രണ്ടാമതൊന്ന് ചിന്തിച്ച് എന്തൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഈവൻ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു SSC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള PSC നോക്കും, ബാക്കിയുള്ളത് നോക്കില്ല. ഇത്തരം ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയുള്ള വലിയ നമ്മുടെ രാജ്യത്തുള്ള ഇത്തരം വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കോമ്പറ്റീഷൻ കുറവാണ്. നമുക്ക് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം നോട്ടിഫിക്കേഷൻ മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ട് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ജോബ്സ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല നമ്മൾ വേറൊരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് പ്രൈവറ്റ് ജോബ്സിന് നമ്മൾ സെപ്പറേറ്റ് ചാനൽ തുടങ്ങണോ, അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ടാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇത്തരം ജോലി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ കഥ പറയുന്നില്ല, നേരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് വരാം. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കനൊക്കെ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഈ ഒരു പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ വീഡിയോയുടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ അപ്ലൈ ആവുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ റിലയൻസ് ജിയോ റിക്രൂട്ട്മെൻറ്റ് 2025 10,000 മുകളിൽ വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്നും പാടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ഓപ്പൺ ആക്കാം. നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ആ പേജിലേക്കാണ് വരിക. ഓക്കെ, അതായത് ജിയോയുടെ കരിയർ പേജിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിൽ ലൊക്കേഷനിൽ നമ്മൾ കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കേരള ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ കേരളത്തിലുള്ള വേക്കൻസി മാത്രം ഇവിടെ ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്കിവിടെ കാണാം ജിയോ സെയിൽസ് അസോസിയേറ്റ് 6 ജോബ്സ്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി 1 ജോബ്സ്, ഫ്രീലാൻസർ 1 ജോബ്സ്. ഇത് ഓരോന്നും ഞാൻ ആദ്യം ജിയോ സെയിൽ അസോസിയേറ്റ് പറയും, അതിനുശേഷം മറ്റേത് രണ്ടും പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ജിയോ സെയിൽ അസോസിയേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്താൽ നിലവിൽ വന്ന വേക്കൻസി കാണാം. ജിയോ പോയിന്റ് സെയിൽ അസോസിയേറ്റ്, അതിൻ്റെ പോസ്റ്റ് കോഡാണ് നമ്പർ കാണിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാർച്ച് 2025 മാർച്ച് 7 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തൊന്ന് കാണാം ജിയോ പോയിന്റ് സെയിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ജനുവരി 19, 2025 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി താഴെയുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് 2024 ഡിസംബറിലും സെപ്റ്റംബറിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നിലവിൽ ആക്റ്റീവ് ആണോ എന്നുള്ളത് നമുക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറിയുള്ളൂ. ഇപ്പം അത് ഇവിടെ കാണിക്കുന്നുണ്ട്, മേ ബി പോസ്റ്റ് ഫില്ലായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആദ്യത്തെ 2 ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയി കാണിക്കാം. ഇവിടെ ജിയോ പോയിന്റ് സെയിൽസ് അസോസിയേറ്റ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് പബ്ലിഷ് ചെയ്ത ഡേറ്റും പോസ്റ്റ് നെയിമും ജോബ് ലൊക്കേഷനും കൂടെ കാണിക്കും. ഇവിടെ നമുക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ജിയോ സെയിൽസ് അസോസിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 കാര്യങ്ങളാണ്.
ഒന്ന് നിങ്ങൾക്ക് മാനേജ് വൺ ഓർ മോർ സെയിൽസ് ചാനൽസ് ലൈക്ക് ഓൺ സ്റ്റോർസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഓർ ഡയറക്റ്റ് സെയിൽസ്. അതായത് നമുക്കറിയാം ഈ ജിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രൊഡക്റ്റും ഒരുപാട് സർവീസസും ഉണ്ട്, ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളുണ്ട്, ഓക്കെ, അല്ലാത്ത മറ്റു സർവീസുകളുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഈ പറയുന്ന സ്റ്റോർ മാത്രമായിട്ടോ ഇനി അതല്ലെങ്കിൽ അതിൻ്റെ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് കൂടിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പം മാനേജ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനനുസരിച്ച് നമുക്ക് റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ ചിലപ്പം എന്താണ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഫൈൻഡ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് സെൽ പ്രോഡക്റ്റ്. പുതിയ ഉപഭോക്താക്കളെ നിങ്ങൾ കണ്ടെത്തുകയും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന റിലയൻസിൻ്റെ പ്രോഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് പറയുന്നത് ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്. കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യുക, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ലൊരു ബന്ധം അവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ നിങ്ങൾ ചെയ്യേണ്ടി വരിക എന്തെങ്കിലും കസ്റ്റമർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ നിങ്ങൾ കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് വളരെ അവർക്കൊരു എന്താ പറയുക നല്ലൊരു അനുഭവമായിരിക്കണം. ഓക്കെ, അങ്ങനെ ആ രീതിയിലായിരിക്കണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ സെയിൽ നിങ്ങളൊരു സാധനം സെല്ല് ചെയ്തു, അപ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതൊക്കെ പെട്ടെന്ന് നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരാൾ പർച്ചേസ് ചെയ്യണേ അത് പെട്ടെന്ന് തന്നെ ഡെലിവറി പോസിബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ കുറേ കാര്യങ്ങളില്ല. അതൊക്കെ ചെയ്യുമ്പോൾ അവർ പർച്ചേസ് അവർക്ക് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ സ്റ്റോറ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റോറും അതിൻ്റെ ഇത്തരം ഔട്ട്ലെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഇവരുടെ പ്രോഡക്റ്റുകളൊക്കെ കസ്റ്റമറിന് നല്ല ഈസിലി വിസിബിൾ ആകുന്ന ലെവലിൽ പെട്ടെന്ന് തന്നെ അവർക്ക് അത് ബൈ ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിനെക്കുറിച്ച് ഓഫറുകളും ഇതൊക്കെ കറക്റ്റ് അറിയുന്ന രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ നമ്മൾ ചെയ്തു വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും +2 മതി. ഓക്കെ, +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 മതി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഇനി ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ മുൻഗണന അവർ കൊടുക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, +2 ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, ഇനി ഗ്രാജുവേഷൻ ഇല്ലെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 0 to 4 ഇയർ ആണ്. ഇനി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇവരെന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്രഷേഴ്സിന് ഫ്രഷേഴ്സിനെ അപ്ലൈ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി സ്കിൽസ് ആൻഡ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഈ സ്കിൽസിൽ പ്രധാനമായിട്ടും നമ്മൾ സാധാരണ ഒരു ജോലിക്ക് നമ്മൾ CV ഒക്കെ എഴുതുമ്പോൾ നമ്മൾ പറയുന്ന സ്കിൽസ് തന്നെയാണ്. ഒന്ന് ഒരു ലോക്കൽ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അവർ കേരളത്തിലുള്ളവർ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഈ പറയുന്ന നമ്മൾ മറ്റു സംസ്ഥാനത്തിലുള്ളവരായിരിക്കും, തമിഴ്നാടുള്ളവർക്കൊന്നും അവർ ഇത് കൊടുക്കുന്നില്ല. അത് കേരള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം, അതായത് ലോക്കൽ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. പിന്നെ വില്ലിങ് ടു ലേൺ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ്, പഠിക്കാനും ഓക്കെ ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു വില്ലിങ് ആയിരിക്കണം. ബേസിക് കാര്യങ്ങളാണ്, അതൊന്നും വലിയ സംഭവമല്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലോക്കൽ ലാംഗ്വേജ് മലയാളം നന്നായി സംസാരിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ ആളുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അവരൊക്കെ ആയിട്ട് സംസാരിക്കാനും അവരായിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഗോൾ ആൻഡ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഫുള്ള് പറയണമെന്നില്ല. ബേസിക്കായ കമ്പ്യൂട്ടർ നോളജും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ക്യാഷ് മാനേജ്മെൻറ്റ് സ്കില്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ മറ്റു വീഡിയോയുടെ അവസാന ഭാഗത്ത് കോമൺ ആയിട്ട് പറയട്ടോ, ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. അടുത്ത രണ്ടാമത്തെ പോസ്റ്റ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പോസ്റ്റ് ജിയോ പോയിൻറ്റ് സെയിൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതും സെയിം ക്വാളിഫിക്കേഷനാണ്, കണ്ടോ, ഹയർ സെക്കൻഡറി തന്നെയാണ്. ഓക്കെ, ഇതിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ രണ്ടിലേക്കും ഇത് കാസർഗോഡാണ് കേട്ടോ. ഓക്കെ, കാസർഗോഡാണ് ഇത് വേക്കൻസി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റേത് കേരള എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ആയിരിക്കാം എന്നുള്ളതാണ്. നമ്പർ ഓഫ് വേക്കൻസി ഒന്നും അവർ പറയുന്നില്ല, അത് എത്രയും ആകാം. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ജിയോ എന്ന് പറയുന്നത് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കണ്ട, നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ജിയോയുടെ ഒഫീഷ്യൽ പേജാണ് കേട്ടോ. നമ്മൾ വേറെ തേർഡ് പാർട്ടി അങ്ങനെ ഒന്നും ഇതിലില്ല. ഡയറക്റ്റ് ജിയോയുടെ ഒഫീഷ്യൽ പേജിലുള്ള കരിയർ പേജാണ്. അത് ഞാൻ വീഡിയോയുടെ അവസാനം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് യെസ്, ഇത് കഴിഞ്ഞു. ഞാനിതിൽ എഡിറ്റിംഗ് ഇല്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഭാഗമൊക്കെ നിങ്ങളൊന്ന് സീക്ക് ചെയ്യാം. അടുത്ത എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ജോബ് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയേ ഉള്ളൂ. നമ്പർ ഓഫ് വേക്കൻസി എല്ലാവരും ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഫീൽഡ് എഞ്ചിനീയർ ആണ്. ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് March 4, 2025 ലൈവ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഫീൽഡ് എഞ്ചിനീയർ എന്നുള്ളത് നമ്മളെന്ത് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പോസ്റ്റിംഗ് ലൊക്കേഷൻ കേരള എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ കാണാം എന്താണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. കുറേ ഉണ്ട്, ഇതൊക്കെ ഇവിടെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറ്റേതിനോ അതിലില്ലാത്ത 5-6 ആണ്. മെയിനായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താണ് മെറ്റീരിയൽ ട്രാക്കിങ്ങും അതുപോലെ തന്നെ ഒരു നമ്മൾ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യണം, അതുപോലെ അസിസ്റ്റൻറ്റ് നമ്മൾ സീനിയർ ഫീൽഡ് എഞ്ചിനീയർ അസിസ്റ്റ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ റേഡിയോ ഫ്രീക്വൻസിയൊക്കെ ഒപ്റ്റിമൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ നമ്മൾ അതിനെ സൂപ്പർവൈസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ മനസ്സിലാവും. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഡിപ്ലോമയാണ് ഇതിലേക്കുള്ള യോഗ്യത. അപ്പോൾ ഏത് വിഷയത്തിൽ ഡിപ്ലോമ ആയിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ സ്കില്ല് വേണ്ടത് നെറ്റ്വർക്ക് ഡിപ്ലോയ്മെൻറ്റും അതുപോലെ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ അങ്ങനെയുള്ള അതുമായൊക്കെ ബന്ധപ്പെട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഈ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. ഓക്കെ, ഈ സ്കില്ല്, ഈ പറഞ്ഞിരിക്കുന്ന 6 സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഓക്കെ, പിന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഇതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ഡിപ്ലോമ നിങ്ങൾ നോക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ പോളിടെക്നിക് കഴിഞ്ഞവർക്കും അതല്ലാതെ മറ്റേതെങ്കിലും ഡിപ്ലോമ കഴിഞ്ഞവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് മിനിമം 1 ഇയർ വേണം എന്നുള്ളത് പറയുന്നിട്ട് അവർ. എക്സ്പീരിയൻസ് മിനിമം 1 വേണം, ഇത് മാക്സിമം 3 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിലൂടെ വീഡിയോസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാം ജസ്റ്റ്. ഓക്കെ, അതിൽ കറക്റ്റായിട്ട് എന്താണ് നിങ്ങളുടെ ഫീൽഡ് എഞ്ചിനീയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നല്ല ഇതൊക്കെ കൊടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ കറക്റ്റായിട്ട് അവരെന്താണ് ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ കറക്റ്റായതിൻ്റെ ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക. അത് വീഡിയോസും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ചോദിക്കട്ടെ. ഞാൻ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത ഫ്രീലാൻസറാണ്. ഇതിൽ നമുക്ക് പോസ്റ്റിംഗ് 2021 അപ്പോൾ ഇതിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിലവിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നുള്ളത് 2021 പോസ്റ്റ് ചെയ്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ആക്റ്റീവ് ആയിരിക്കാൻ സാധ്യതയില്ല, അതിലൊക്കെ ഫില്ലായി ഉണ്ടാവും. ഇനി പുതിയത് അവർ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പഴയ ഇതിലേക്ക് പോകണം, ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ കേരള എന്നുള്ളത്, അപ്പോൾ ക്ലിയർ ഓൾ ഫിൽറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ കേരള എന്നുള്ളത് പോകും. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നേരത്തെ കണ്ട പോലെ കാണാം. ഇനി ഇതുപോലെ ഫ്രീലാൻസറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഫ്രീലാൻസറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസി ഇതൊക്കെ ഓരോ സ്ഥലം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതൊക്കെ ഓരോ സ്ഥലപ്പേരാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കസ്റ്റമർ അസോസിയേറ്റൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം എന്നുള്ള ലെവലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കുറേ പറയണം ഇനിയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം പുറത്ത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാമെന്നാണ്. അത് നമുക്ക് ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല, അവർ ലോക്കൽ കാൻഡിഡേറ്റ്സിന് കൊടുക്കാം. അത് നമുക്ക് ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ പ്രശ്നം. ദ ബേസിക് നോളജ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, സ്പീക്ക് ലോക്കൽ ലാംഗ്വേജ് കണ്ടോ, ഇതിൽ സ്പീക്ക് ലോക്കൽ ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കാൻ അറിയെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ സെപ്പറേറ്റ് ഫ്രീലാൻസറിനെ കുറിച്ച് ചെയ്യണോ, അതല്ല നിങ്ങൾക്ക് ജോബ് സെയിൽ അസോസിയേറ്റ് ആണോ, സെയിൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇതിലേതെങ്കിലും സെപ്പറേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും കൊടുക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ കമൻറ്റിനനുസരിച്ച് നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് നമ്മൾ ആ വീഡിയോസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇത് ആപ്ലിക്കേഷൻ ഫോം എന്നാണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ. ആദ്യം നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം, ഓപ്പണിംഗ് കൊടുക്കുക. ഓപ്പണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മെയിൽ ഐ ഡി, പാസ്വേഡ്. നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ദെൻ ഫോൺ നമ്പർ കൊടുത്ത് നമ്മൾ കൺഫേം കൊടുക്കുക. അങ്ങനെ കൺഫേം കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ലോഗിൻ ആൻഡ് അപ്ലൈ എന്ന് ഇവിടെ തന്നെ ലിങ്ക് ഉണ്ട്. ഇതില്ലെങ്കിൽ ഡയറക്റ്റ് ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോഗിനിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളിതാ ഈ ഒരു പേജിലേക്ക് വരും. ഓക്കെ, ഈ ഒരു പേജിലേക്ക് വരും. ഇതിൻ്റെ ഹോം പേജാണ്. ഇവിടെ ലോഗിൻ ആൻഡ് അപ്ലൈ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ ഐ ഡി വെച്ചിട്ടും എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ടോട്ടൽ സെറ്റപ്പൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യട്ടോ, ഉഷാറായിട്ടുണ്ടോ അതല്ലെങ്കിൽ നേരത്തെ ഉള്ളത് മതിയായിരുന്നോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ദ ലേറ്റസ്റ്റ് ജോബ്സിൽ ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്കുണ്ടോ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ഒരു റെഡ് കളറിലൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആണെന്ന് തോന്നുന്നു.
അതുപോലെ ക്വാളിഫിക്കേഷനോടെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് അപ്ലൈ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പോസ്റ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ്റെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.